മുഖ്യമന്ത്രി ഗുരുവായൂരപ്പൻ തൊട്ട് എവിടെ ഇരിക്കുന്ന ദൈവം ഇതാണോ ദൈവം ചോദിച്ചാല് ഈ മുഖ്യമന്ത്രി പറയുമോ ഈ ഇരിക്കുന്ന എന്റെ അയ്യപ്പനാണെന്ന് മുഖ്യമന്ത്രി പറയുമോ? യെസ്. ശ്രീ ജയേന്ദ്രൻ, ഈ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി വിറ്റിട്ടാണോ ജർമ്മൻ പന്തൽ പമ്പയിൽ ഇപ്പൊ പണിതെന്ന് ഞാൻ സംശയിക്കുന്നു കേട്ടോ. അതെ അതെ ആണോ? അതെ അതെ അതെ, വേറെ വരുമാനമില്ലല്ലോ. അല്ല, ഞാൻ പ്ലീസ് ആദ്യം ഇവിടെ അല്ല, നിങ്ങൾ എന്നോടാണല്ലോ ചോദ്യം ചോദിച്ചത്. ഈ സഹോദരിയുടെ ചോദ്യത്തിന് മറുപടി ഒന്ന് പറയണമല്ലോ. ഈ പിന്നെ ആ അയ്യപ്പ 2018 പ്രകടനത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക് നേരെ ഉണ്ടായ കേസുകളാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചത്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കാം. പോലീസിൻ്റെ അങ്ങേക്കൂടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, അങ്ങ് മറുപടി പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ലുക്കൗട്ട് നോട്ടീസിൽ 221 പേരാണ് ഉണ്ടായിരുന്നത്. 221 പേര് ലുക്കൗട്ട് നോട്ടീസിൽ. ആർക്കും അത് അവഗണിക്കാൻ കഴിയില്ല. പിന്നീട് പലപ്പോഴും പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ചാനൽ ചർച്ചകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരും പല നിലയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇവരെ പോലുള്ള BJP നേതാക്കന്മാരും അനിൽ ബോസിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും സംസാരിച്ചിട്ടുണ്ട്. പല കേസുകളും സെറ്റ് അസൈഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി, അത് ഒതുക്കുന്ന സ്ഥിതി ഉണ്ടായി, വേണ്ടെന്ന് വെക്കുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ 83 പേരുടെ പേരിൽ ക്രിമിനൽ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും 83 പേരുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്. എൻ്റെ ചോദ്യം, ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്താൽ അത് കൊടുക്കേണ്ടത് ആരാണ്? SJR കുമാറിൻ്റെ മറ്റേ കർമ്മസമിതി, ശബരിമല കർമ്മസമിതി, അവർ വാസ്തവത്തിൽ ചെയ്യേണ്ടതാണത്. അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് ചെയ്യേണ്ടതാണ്. BJP ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് രാഷ്ട്രീയ കർമ്മസമിതി തന്നെയാണ് സഹായിക്കുന്നത്. അതെ, ആയിക്കോട്ടെ, അവർക്ക് സഹായിക്കുന്നത് കർമ്മസമിതി അല്ല. ഞാൻ പറയുന്നത് സഹായിക്കുന്നതല്ല. കോന്നി കോടതിയിലാണ് കേസ് നടക്കുന്നത്. താങ്കൾക്കും അറിയുമായിരിക്കുമല്ലോ. പലപ്പോഴും കോന്നി കോടതിയിൽ മാത്രമല്ല, മാന്നാർ പോലീസ് സ്റ്റേഷനിലെ സമൻസ് ചെന്നിരിക്കുന്ന ആർക്കാണെന്നറിയാവോ? അറിയാം. ആർക്ക്? PS ശ്രീധരൻപിള്ള, ബഹുമാനപ്പെട്ട ഗവർണർക്ക് അറിയാം. വലിയ അക്രമകാരിയാണ്. കുമ്മനം രാജശേഖരൻ വലിയ അക്രമകാരിയാണ്. അവർക്കൊക്കെയാണ് കേസ് ചെന്നിരിക്കുന്നത്. രാജഗോപാൽ വലിയ അക്രമകാരിയാണ്, വലിയ കലാപകാരിയാണ്, അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ്. രാജഗോപാൽ, അദ്ദേഹത്തിന് മാന്നാർ പോലീസിന്റെ സമൻസ് ഉണ്ട്. വലിയ അക്രമം. അല്ല ശ്രീ ജയേന്ദ്ര, അതേസമയം CAA പ്രക്ഷോഭ കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. അല്ല അല്ല അല്ല, ഞാൻ പറയുന്നത് അല്ല, അതറിയാലോ താങ്കൾക്ക്. അല്ല, ഞാനത് പറയാം. അറിയാവുന്നേ. അല്ല, ഞാൻ ശബരിമല കേസ് ഇപ്പോഴും ഉണ്ട്. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കും. ഈ ചോദ്യത്തിന് മറുപടിയിലേക്കാണ് ഞാൻ വരുന്നത്. ആ ചോദ്യത്തിന് മറുപടി ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന ശബരിമല കർമ്മസമിതിയും SJR കുമാറും അല്ലെങ്കിൽ അനിൽ, മറ്റേ നമ്മുടെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അനിലും, വിളയിലാണോ? അതെ, മാവേലിക്കരയുള്ള അവരും ഒക്കെ ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ, മിടുക്കരായ എത്രയോ അഭിഭാഷകരുള്ള പ്രസ്ഥാനമാണത്. ഏതെങ്കിലും മിടുക്കനായ അഭിഭാഷകൻ ഉപയോഗിച്ച് ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്താൽ തീരാവുന്ന എത്രയോ സംഗതികൾ ഈ നമ്മളെ പിൻവലിക്കില്ല. അതല്ല അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഈ അല്ലാത്ത കേസുകൾ, ക്രിമിനൽ കേസുകൾ അല്ലാത്ത കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ക്രിമിനൽ കേസുകൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് നീങ്ങും. ഇതാണ് പറഞ്ഞത്. ക്രിമിനലുകളുടെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല, അതൊക്കെ PS ശ്രീധരൻപിള്ള, രാജഗോപാൽ, അതൊക്കെ കോടതി വരട്ടെ. ഞാൻ പറഞ്ഞത് അതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ഞാൻ അവരുടെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോലും എന്തുകൊണ്ട് ഈ സംഘടനകളൊന്നും ഇവരെ കൂട്ടിപ്പിടിച്ച് സമരം നടത്തിച്ചവരാണ് അവർ. ആ സമരം നടത്തിച്ച സംഘടനകളോട് ചോദിക്കുകയാണ് ഞാൻ, എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നില്ല? അങ്ങനെ അവരെ സഹായിക്കാമായിരുന്നില്ലേ? ഗവൺമെന്റിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ, വിമർശിച്ചോളൂ, ഇനിയും വിമർശിച്ചോളൂ. ഗവൺമെന്റ് അത് ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അനുകൂലമായ നിലപാടുണ്ടല്ലോ ഇപ്പോഴും. നടക്കുന്നില്ല സാർ, നടക്കുന്നില്ല. ഒന്ന് അന്വേഷിച്ചു നോക്കൂ. അല്ല, അവർക്കൊക്കെ വലിയ തോതിൽ സംരക്ഷണങ്ങളുള്ള തലപ്പൊക്കമുള്ള വ്യക്തിത്വങ്ങളാണ് കുമ്മനം രാജശേഖരനും നമ്മുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും ഒക്കെ. അപ്പോൾ അതുപോലല്ല ഇവരെ പോലുള്ള പറഞ്ഞു കേട്ടില്ലേ, ഞാൻ സാധാരണക്കാരിയാണ്, BJP കാരിയാണ്. ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രിയാണല്ലോ
ഉദ്ഘാടന പ്രസംഗം നടത്താൻ പോകുന്നു അല്ലേ? ആ പ്രസംഗത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? വിശ്വാസികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. കേസല്ല, ഞാൻ പൊതുവെ ചോദിക്കുകയാണ്. വിശ്വാസികളെ സഹായിക്കുന്ന, ഒരു ചോദ്യം, വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, അതെ, വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, അതെ അതെ, യെസ്. നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനമുള്ളതുകൊണ്ടല്ലേ 22-ാം തീയതി നിങ്ങൾ ബദൽ സംഗമം നടത്തുന്നത്? മുഖ്യമന്ത്രി പറയുമോ? മുഖ്യമന്ത്രി ഗുരുവായൂരപ്പൻ തൊട്ട് എവിടെ ഇരിക്കുന്ന ദൈവം ഇതാണോ ദൈവം ചോദിച്ചല്ലേ? ഈ മുഖ്യമന്ത്രി പറയുമോ ഈ ഇരിക്കുന്ന എന്റെ അയ്യപ്പനാണെന്ന് മുഖ്യമന്ത്രി പറയുമോ? യെസ്, അതാണ് ചോദ്യമാണ്. അല്ല, ഈ ഇരിക്കുന്ന എന്ത് ചോദ്യമാണിത്? മുഖ്യമന്ത്രി ഗുരുവായൂർ ചെന്നിട്ട് ആ ഇരിക്കുന്നതാണോ ദൈവം എന്ന് ചോദിച്ച വീഡിയോ എന്റെ കയ്യിലുണ്ട്. താങ്കൾ കിട്ടുതരാം. പ്ലേ ചെയ്താൽ മതി. ഇപ്പൊ തന്നെ പ്ലേ ചെയ്യാൻ പ്ലേ ചെയ്യണമെന്നേ, അതല്ലേ വേണ്ടത്? കള്ളം പറയല്ലേ. ഇതാ കറക്റ്റാണ്. മുഖ്യമന്ത്രി അയ്യപ്പനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ? അല്ല, മുഖ്യമന്ത്രി ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് അങ്ങനെ മോശപ്പെട്ട നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അയ്യപ്പനെ ഞാൻ പറയുന്നത് അതല്ലേ ഹീറോയിസം? നിങ്ങൾ പറയുമ്പോ അത് ചെയ്യണമെന്നേ. മുഖ്യമന്ത്രി മോശപ്പെട്ടവനാണെന്നല്ല അദ്ദേഹത്തിനോട് മറുപടി. ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ചോദിച്ചത്. ഭക്തിപരമായി എന്തായാലും ഇത് ആഗോള അയ്യപ്പ സംഗമമാണല്ലോ. ആണല്ലോ. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഭക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ വരുമോ? മാത്രമല്ല, പരാമർശങ്ങളല്ല, പമ്പാ ഗണപതി ആ ഗണപതി എന്റെ സഹോദര ഇതൊക്കെ താങ്കൾ ചോദിക്കുന്നതിന്റെ ആന്ധ്രാർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ള ആളാണ് ഞാനും. അതുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഗണപതി വണങ്ങി ആ ഗണപതിയെങ്കിലും ഒന്ന് വണങ്ങി. അതെ സാർ, ഞാനും അത് തന്നെ പറഞ്ഞേ. നിങ്ങൾ പറയുന്നതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ മാത്രം പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ള ഞാനൊന്ന് മനസ്സിലാക്കിയാൽ മതി. മറുപടി അത്രേ ഉള്ളൂ മറുപടി. ഓക്കെ ഓക്കെ, അതിന്റെ അതെ, താങ്കൾ അർഹിക്കുന്ന മറുപടി അത്രേ ഉള്ളന്നേ. ശരി, അതാണ് കാര്യം. അല്ല, എനിക്ക് അറിവ് കുറവാ. അല്ല, താങ്കളെക്കാളും അറിവ് കുറവാ ഞാൻ. പക്ഷേ നിങ്ങൾ പറയുന്ന ആന്ധ്രാർത്ഥം മനസ്സിലാക്കാനുള്ള പള്ളിക്കൂടത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ താങ്കൾക്കുള്ള മറുപടി. അത്രേ ഉള്ളൂ. അതാണ് കാര്യം. ഓക്കെ ഓക്കെ.